നമസ്കാരം. ധീരൻ ദേവദത്ത് ഷാജി എഴുതി സംവിധാനം ചെയ്ത സിനിമ. അദ്ദേഹം ഭീഷ്മപർവ്വത്തിൻ്റെ കോ റൈറ്ററായിരുന്നു. അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് മുജീബ് മജീദാണ്. കിഷ്കിന്ധഘാട്ടും അതുപോലെ രേഖാചിത്രമൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പ്രൊഡ്യൂസ് ചെയ്തിട്ടും കുറേ ആളുകൾ ചേർന്നിട്ടാണ്. എനിക്ക് പേഴ്സണലി സിനിമ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമുള്ളൊരു സിനിമ. സ്റ്റാർട്ട് ടു എൻഡ് പക്ക ഒരു ഫൺ റൈഡ് എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമ. കോമഡിയുടെ ട്രാക്കിലാണ് പോകുന്നതെങ്കിലും അതിൽ മറ്റ് ഇമോഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എൻ്റർടൈനർ. പേഴ്സണലി അങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ രസകരമായി തോന്നിയത് അഭിനേതാക്കൾ തമ്മിലൊരു കെമിസ്ട്രിയാണ്. അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ വളരെ നന്നായി എഴുതിയിട്ടുണ്ട്. അതിലേക്ക് അഭിനേതാക്കൾ പെർഫെക്റ്റായിട്ട് വന്നു ചേർന്നപ്പോൾ അവർ തമ്മിലുള്ളൊരു കെമിസ്ട്രി, മെയിൻലി ജഗദീഷ്, അതുപോലെ സുധീഷ്, അശോകൻ, മനോജ് കേജരി, ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു ട്രാവലുണ്ട് സിനിമയിൽ. ആ ട്രാവലാണ് സിനിമയുടെ ലൈഫ് എന്ന് പറയുന്നത്. അവിടെ അവരുടെ ഒരു കോമ്പിനേഷൻ സീനുകളും പരിപാടികളൊക്കെ. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് എൽദോസാണ്. എൽദോസ് ധീരതയ്ക്കുള്ള അവാർഡ് നേടിയ ആളാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ധീര എന്ന് പറയുന്നൊരു പേര്. ദെൻ എൽദോസിൻ്റെ ഒരു യാത്രയുണ്ട് ഈ സിനിമയിൽ. അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ വികസിക്കുന്നതും സംഭവിക്കുന്നതും ഒക്കെ. അപ്പോൾ എൽദോസ് മലയാറ്റൂരുകാരനാണ്. അപ്പോൾ എൽദോസിൻ്റെ ഗ്രാമം മലയാറ്റൂരാണ്. അപ്പോൾ അതിനെ ബന്ധപ്പെട്ടുള്ള അവിടുത്തെ കുറേ കഥകൾ, കുറേ ആളുകൾ ഒക്കെയാണ് പ്രധാനമായിട്ട് ഈ സിനിമയിൽ. അതാണ് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കണക്ട് ആയതും. അവിടെയുള്ള ആളുകളും അവർ തമ്മിലുള്ളൊരു കെമിസ്ട്രിയും പരിപാടികളൊക്കെയാണ് അതിൽ ഭയങ്കര ഒരു രസകരമായി തോന്നിയത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ആദ്യ പകുതിയിലാണ് ഈ ഒരു ഏരിയ കൂടുതലായിട്ട് കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. ദെൻ അവിടെയാണ് ഈ പറഞ്ഞ അശോകൻ്റെയും അതുപോലെ സുധീഷിൻ്റെയും മനോജ് കേജറിൻ്റെ ഒക്കെ ക്യാരക്ടേഴ്സ് ഉള്ളത്. അപ്പോൾ അതിൽ ജഗദീഷ് എടുത്തു പറയണം. ജഗദീഷ് ഒരു സിനിമയുടെ ഒരു ഫൺ റൈഡാണ് സിനിമയെങ്കിലും ജഗദീഷിൻ്റെ ക്യാരക്ടർ അങ്ങനെയല്ല, അതിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ജഗദീഷ് അതിനുവേണ്ടി എടുത്തിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഭയങ്കര രസമാണ്. സ്റ്റാർട്ട് ടു എൻഡ് പുള്ളി അത് കറക്റ്റായി ചെയ്തിട്ടുണ്ട്. സിനിമയിൽ ഏറ്റവും ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറും പുള്ളിയുടെയാണ്. പുള്ളി വാർഡ് മെമ്പറായിട്ടാണ് ഇതിനകത്ത് വരുന്നത്. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് മനോജ് കേജൻ ഇപ്പോൾ 90s മാൻലെസ് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആ ഒരു വേർഷൻ എപ്പോഴും സ്ക്രീനിൽ വർക്കാവാറുണ്ട്. ഇതിലും അങ്ങനെ ഒരു ഏരിയ ഒക്കെ ഉണ്ട് സിനിമയിൽ. പക്ഷെ ഭയങ്കര രസമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. കുറേ ഇമോഷൻസ് പുള്ളിയുടെ ക്യാരക്ടറിനുണ്ട്. അത് ഭയങ്കര രസമായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ സുധീഷാണ്. സുധീഷ് കോമഡി ചെയ്യുമ്പോൾ ഇപ്പോൾ പണ്ട് കാലത്ത് ഭയങ്കര ക്ലിക്കായിട്ടുള്ളതാണ്. ഇപ്പോഴും പുള്ളിക്ക് അതിനുള്ളൊരു ഈസിനെസ് ഉണ്ട് ഇതിനകത്ത് പുള്ളി ഒരു പരിപാടികൾ കള്ളനായിട്ടൊക്കെയാണ്. അത് ഭയങ്കര ഭംഗിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. ഭയങ്കര ലാസ്റ്റ് വരെ പുള്ളി ആ ഒരു ഇത് കൊണ്ടുപോകുന്നുണ്ട്. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. അതുപോലെ ഇതിൽ ശബരീഷ് ഉണ്ട്. പിന്നെ വേറെ പുള്ളിയുടെ പേരല്ല, പുള്ളി ഒരു സിംഗറായിട്ട് അഭിനയിക്കുന്നുണ്ട്. പുള്ളിയൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു സിനിമയിൽ. അതുപോലെ ഇതിൽ വിനീത് ഉണ്ട്. വിനീത് ഇതിലൊരു മാഫിയ തലവനായിട്ടാണ്. ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടർ. അത് പുള്ളി ഭയങ്കര ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി കുറച്ച് പേടിയൊക്കെ ഉള്ളൊരു മാഫിയ തലവൻ, ഒരു അത്തർ കച്ചവടക്കാരനൊക്കെ ആയിട്ട്. അതൊരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഇതിലെടുത്ത് പറയണമെന്ന് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റൊമാൻസ് ട്രാക്ക് ഉണ്ട്. അത് ഭയങ്കര ഒരു രസമാണ്. ഒരു എൻറ്റയർലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. അതിലൊരു സോങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഭംഗിയിൽ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ദേവദത്ത് എഴുതിയിട്ടുണ്ട്. അത് സ്ക്രീനിലും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൂടെ കുറേ സൊസൈറ്റിയിലുള്ള ഇപ്പോഴത്തെ ഒരു സദാചാര പരിപാടികളൊക്കെ കുറേ ട്രോൾ ചെയ്യുന്നുണ്ട്, കുറേ ഡയലോഗുകളിലൂടെയൊക്കെ. അതൊക്കെ ഭയങ്കര ആയിട്ട് തിയേറ്ററിൽ വർക്കാവുന്നുണ്ട്. ഇപ്പം മെയിൻലി ഈ സിനിമയിൽ ഏറ്റവും രസകരമായി തോന്നിയ ക്യാരക്ടേഴ്സാണ്, അതുപോലെ തന്നെ പെർഫോമൻസസും. ദെൻ ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ്, ഇതിൽ കാര്യങ്ങളെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ സിനിമയെ ശരിക്കും തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. ഭയങ്കര സംഭവം എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ എന്നാൽ പോലും സ്റ്റാർട്ട് ടു എൻഡ് എൻഗേജ് ചെയ്ത് പോകുന്ന, വളരെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു എൻ്റർടൈനർ. ആ ഒരു നിലയ്ക്ക് സിനിമയെ സമീപിച്ചാൽ ഭയങ്കര രസമായിരിക്കും. ദെൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടെക്നിക്കലി സിനിമ ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണ്. ഇതിൽ മ്യൂസിക് സൈഡൊക്കെ ഭയങ്കര ഇതാണ്. മുജീബ് മജീദ് അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി സ്കോറും പരിപാടികളൊക്കെ ഒരു ഭയങ്കര വൈബിലാണ്. സിനിമയുടെ മൊത്തത്തിലുള്ള മൂഡിനെ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യുന്ന രീതിക്ക് മ്യൂസിക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റുന്ന ആ ഒരു എൻ്റർടൈനർ എന്നുള്ളൊരു ടാഗിന് ഭയങ്കരമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ്.